ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്, നമ്മളിന്ന് കാണാൻ പോകുന്ന പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കഴിഞ്ഞ വർഷത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഗൈഡ് ലൈൻസ് ആണ്. കാര്യം ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നു കണ്ടില്ല. നിങ്ങളെപ്പോഴും റെഗുലർലി സൈറ്റ് ചെക്ക് ചെയ്യുക. കാര്യം കുറേ പേര് എൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഗവൺമെൻറ് അണ്ടറിൽ നമ്മൾ പോസ്റ്റ് ബി എസിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, മെഡിക്കൽ കോളേജിന് അണ്ടറിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എൻട്രൻസ് എഴുതിയിരിക്കണം. അപ്പോൾ എൻട്രൻസ് എഴുതുന്നത് മാത്രമല്ല, നമുക്ക് അവിടെ സീറ്റിന് ഒരു അലോക്കേഷൻസ് വരുന്നത് 50% സ്റ്റേറ്റ് മെറിറ്റ്, പിന്നെ EWSന് 10% സീറ്റ്, ഈഴവ 9%, മുസ്ലിം കാറ്റഗറി 8, ബാക്ക്വേർഡ് ഹിന്ദു 3, ലാറ്റിൻ കാത്തോലിക്ക് 3, അങ്ങനെ തന്നെ ഓരോ കാസ്റ്റ് റിസർവേഷൻ എത്ര ശതമാനം സീറ്റ് എന്നുള്ള ഒരു പരിഗണനയുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസിലും ആ രീതിയിൽ തന്നെ ആ സീറ്റിന് കാറ്റഗറൈസേഷൻ ഉണ്ട്. LBS മുഖേന നിങ്ങൾ പോസ്റ്റ് ബി എസ് സിക്ക് അപ്ലൈ ചെയ്യുവാണ്. പക്ഷേ പ്രധാനമായിട്ട് ഇത് എൻട്രൻസിനെ ബേസ് ചെയ്തിട്ടും അലോട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയ ആണ് ആദ്യമേ മനസ്സിലാക്കുക. മെഡിക്കൽ കോളേജ് അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കിട്ടുമ്പോൾ മാത്രമേ ഫീസിന് വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ സെയിം ഫീസ് തന്നെയാണ് LBS മുഖേന അപ്ലൈ ചെയ്യുമ്പോഴും വരുന്നത്. അപ്പം നിയർലി നമുക്ക് 2 വർഷം കൂടി അറൗണ്ട് 3+ വരും. അപ്പം ഫീസിൻ്റെ ഇത് കാര്യങ്ങളും, പിന്നെ ഇതുപോലെ തന്നെ LBSൽ നമുക്ക് 1000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. SC ST കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യുന്നതിന് 500, സർവീസ് കാൻഡിഡേറ്റിന് 1000. അപ്പോൾ നമ്മൾ LBSൽ പലരുടെ ഒരു വിശ്വാസം ഈ LBS വഴി അപ്ലൈ ചെയ്താൽ സെൽഫ് ഫിനാൻസ് ഒത്തിരി ഫീസ് കുറവ്. അങ്ങനെയല്ല. പിന്നെ നമുക്ക് എക്സാമിന് വരുമ്പോൾ അനാറ്റമി ഫിസിയോളജി 8 മാർക്കിനായിരുന്നു, മൈക്രോബയോളജി 5, സൈക്കോളജി 4, ഫണ്ടമെൻ്റൽസ് 16, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 8 മാർക്ക്, ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 3, അതുപോലെ തന്നെ ന്യൂട്രീഷൻ 6, മെഡിക്കൽ സർജിക്കൽ 23, മെൻ്റൽ ഹെൽത്ത് 5, നമ്മൾ ചൈൽഡ് ഹെൽത്ത് 7, ഒബ്സ്റ്ററ്റിക്സ് 10, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ 5. അപ്പോൾ ഔട്ട് ഓഫ് 100ലാണ് എക്സാമിനേഷൻ സെൻറ്ററൊക്കെ പിന്നീടാണ് അലോട്ട് ചെയ്യുന്ന. ഒഫീഷ്യൽ പോർട്ടൽ വഴി നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ പ്രധാനമായിട്ട് ഇതെല്ലാം മാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ DME DHSൻ്റെ ആ ഒരു DHSൻ്റെയും എന്നെ ബേസിസിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ സൈറ്റ് ചെക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്രൈറ്റീരിയ വരുന്നുള്ളതൊരു കാര്യം. അടുത്തതായിട്ട് നിങ്ങൾ വൺസ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പാസ്വേഡ് ലോഗിൻ ID ഓർത്ത് വെച്ചിരിക്കണം. പേയ്മെൻറ്റ് അപ്ഡേഷൻ ആയെങ്കിൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് മനസ്സിലാക്കുക. കോളേജ് ഓപ്ഷൻസ് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ, ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് കോളേജസിൽ വരുമ്പോൾ നോക്കിയേ 23,150 രൂപ വരുന്നുള്ളൂ. സ്പെഷ്യൽ ഫീസായിട്ട് വരുന്നത് 26,600 രൂപയെ വരുന്നുള്ളൂ. ഈ ഒരു ഫീസല്ല സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ വരുന്നത്, അത് എടുത്തു പറയട്ടെ. അതുപോലെ തന്നെ കോളേജസിൻ്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ഫെസിലിറ്റീസ് ചില കോളേജസിൽ പോസ്റ്റ് BC 1-2 കോളേജിൽ എൻ്റെ അറിവിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പം. അതുപോലെ തന്നെ LBS മാത്രമായിട്ട് അപ്രോച്ച് ചെയ്യാതെ മറ്റുള്ള ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് കോട്ട വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. പോസ്റ്റ് BC കേരള നഴ്സിംഗ് കൗൺസിൽ അണ്ടർ കേരളത്തിൽ തന്നെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, കേരളത്തിന് പുറത്ത് നമുക്ക് ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നവർ സംശയമുള്ളവർ മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അവിടെ നമ്മൾ INC റെഗുലേഷനുള്ള കോളേജിൽ തന്നെ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന് പിന്നീട് പോസ്റ്റ് BC ആഡ് ഓൺ ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ കൃത്യമായി അതിനെക്കുറിച്ച് അറിവുള്ളവരോട് തന്നെ ചോദിച്ചിട്ട് വേണം നമ്മളവിടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സംശയമുള്ളവർ പോസ്റ്റ് BCക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രൊവിഷൻസ്, കാര്യം പ്രധാനമായിട്ട് കേരള നഴ്സിംഗ് കൗൺസിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിന് ശേഷം മാത്രമേ രജിസ്ട്രേഷൻസിന് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട് ഇൻ കേസ് നമ്മൾ ഔട്ട്സൈഡ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ സംശയങ്ങൾ നിങ്ങൾക്ക് സ്റ്റിൽ ഉണ്ടെങ്കിൽ മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പർ തന്നെ ചോദിക്കാവുന്നതാണ്. കോമൺ ആയിട്ട് ഡൗട്ട്സാണ് ഞാൻ വീഡിയോസിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന വർഷത്തെ അപ്ഡേഷൻസ് വരുന്നതനുസരിച്ച് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക LBS മുഖേന. മറ്റുള്ളവർ കേരള തന്നെയാണ് ഇപ്പോൾ സ്റ്റിൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിനും അസോസിയേഷൻസ് ത്രൂ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.